ഈ പറഞ്ഞു വന്ന് ബിഗ് ബോസ് രേണു എന്നുള്ള രീതിയിലേക്ക് എത്തിയ വാർത്തകൾ എനിക്കറിയില്ല. ഒന്നും അറിയാത്ത പോലെ വിളിച്ചാ പോവും, വിളിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കും ഒരുമിച്ചും സ്വപ്നം കണ്ടിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ എവിടെ പോയാലും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം എന്നല്ല, ഏത് ഞാനായിട്ട് തന്നെ നിൽക്കും. സിനിമയിലോ അല്ലെങ്കിൽ ക്യാരക്ടർ വേഷത്തിലോ മാത്രമേ ഞാൻ വേറെ ക്യാരക്ടർ ആവത്തുള്ളൂ. വിജുചേട്ടൻ മാത്രമേ പോയിട്ടുള്ളടാ എന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും രക്ഷിക്കാനും. എനിക്കറിയാം, കൊല്ലടാ അവനെ. സുചേട്ടൻ എന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും എടുക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് മൂവീസ് ആയിരുന്നു കുറെ കൂടി സെലക്റ്റീവ് ആവുമായിരുന്നു. സുചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആവുമായിരുന്നു. സുചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇങ്ങനെ മൂവിയിലോട്ട് ഞാൻ അല്ലെങ്കിൽ ഈ ഷോർട്ട് മൂവി ഞാൻ വരില്ലല്ലോ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ശരിക്കും അങ്ങനെ ഒരാൾ പാർട്ണർ വേണം, ഇനി ഒരു കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ ചിന്തയുണ്ടോ? എന്താ പറഞ്ഞേ? ഉണ്ടോ ഇനിയൊരു വിവാഹത്തെ കുറിച്ചിട്ട്? ഇപ്പം ചിന്തയില്ല, നാളെ ഇനി എന്താ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ജന്മം ശരിയാവില്ല. പോയി ചത്തുടടാ. കുറെ ഇപ്പോൾ നടിമാരെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെ, കുറേ ആക്ട്രസിനെ കുറിച്ച് ചെയ്ത വേഷങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നാറുണ്ടോ? ഈ വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹിച്ചുള്ള ഒരു നടിയും വേഷം ഏതാ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. യക്ഷി വേഷം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയത്തില്ല, യക്ഷിയാകാൻ ഭയങ്കര ഇഷ്ടം. നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തയ്ക്ക് മാറത്തില്ലേ. ത്തോളം ലിപ് ടോക്ക് സീൻ വരുന്നു അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള സീനുകളൊക്കെ വന്ന രേണുസുതി അഭിനയിക്കും എന്നുള്ളത് ശരിക്കും അങ്ങനെ പ്രശ്നമുണ്ടോ, പരിമിതികളുണ്ടോ ഒരു അഭിനേതാവ് എന്ന നിലയിൽ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. നമ്മളെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ സിനിമയുടെ കാര്യമാണ്. ഡയറക്ടർ പറഞ്ഞ നമ്മൾ ക്യാരക്ടറിന് വേണ്ടി അതും ചെയ്യും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇതും കൂടെ ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു മാനേജർ ഗുഡ് ബൈ. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്